സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടിയതായി വാർത്ത വരുന്നു. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തും കോട്ടയം തീക്കോയിലും കോന്നി പുല്ലം നെല്ലിക്കാപ്പാറയിലുമൊക്കെ ഉരുൾപൊട്ടി നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പയ്യാനിയിൽ കാർ വെള്ളക്കെട്ടിൽ പെട്ടു. വാഗമണ്ണില് കോലാഹലമേറ്റുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മുണ്ടക്കയം കോസ്വേ വെള്ളം കയറി മുങ്ങിയതായും വാർത്തകൾ വരുന്നു. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടില് കുളത്തൂക്കടവിൽ റോഡിൽ വെള്ളം കയറി. അതേപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് അവധിയാണ്. മിങ്ങാപ്പുഴ ഏകദേശം വെള്ളം കയറി പകുതിയായി തുടങ്ങിട്ടോ. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളുമായി ചേരുന്നത് തൊടുപുഴയിൽ നിന്നും സാഗറാണ്. സാഗർ, നമുക്കറിയുന്നത് പോലെ തന്നെ ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായും അടൂര് ഇന്നലെ രാത്രി ഉണ്ടായൊരു മണ്ണിടിച്ചിലിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരു മരണവും സംഭവിച്ചിരിക്കുന്നു. എന്താണ് അവിടുത്തെ കൂടുതൽ വിശദാംശങ്ങൾ? ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴയാണ് പെയ്തു വന്നിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴ ഇന്ന് രാവിലെയോടെയാണ് അല്പ ശമനം ഉണ്ടായത്. ഇതിനിടയിൽ ജില്ലയിൽ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാർ അടൂർ മലയിലാണ് ഇന്ന് വെളുപ്പിന് 2 മണിയോടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ ഉരുൾപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന 3 പേരാണ് ഉണ്ടായിരുന്നത്. വീട്ടിലെ ഗൃഹനാഥൻ രവി, മകൻ രവിയുടെ ഭാര്യ സുമതി എന്ന് 3 പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇതിൽ രവിയും മകനും രക്ഷപ്പെട്ടുവെങ്കിലും രവിയുടെ ഭാര്യ സുമതിയെ ഈ ഉരുൾപൊട്ടലിന് ശേഷം കാണാതായിരുന്നു. ഉടൻ തന്നെ തൊടുപുഴയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയും NDRF സംഘവും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഇടുക്കി ജില്ലാ കളക്ടർ, ഇടുക്കി MP തുടങ്ങിയ ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടം എല്ലാം തന്നെ സ്ഥലത്തെത്തിയിരുന്നു. വ്യാപകമായ തിരച്ചിൽ നടത്തി. അല്പസമയം മുമ്പാണ് സുമതിയുടെ മൃതദേഹം വീടിരുന്നതിൽ നിന്നും അല്പം ദൂരെയായിട്ട് മാറി മണ്ണിനടിയിൽ നിന്നും സുമതിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഇവരുടെ മൃതദേഹം തൊടുപുഴയിൽ തന്നെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മേഖലയിൽ ഈ മണ്ണിടിച്ചിലിൽ വ്യാപകമായ ഒരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലും വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വാഗമണ്ണിലും ഏലപ്പാറയിലും മലങ്കരയിലും എല്ലാം തന്നെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. തൊടുപുഴ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊടുപുഴ നഗരത്തിൽ വെള്ളം കയറി എന്നുള്ളതാണ്. ഇന്നലെ പെയ്ത ഈ ശക്തമായ ഒരു മഴയിൽ താഴ്ന്ന പല ഭാഗങ്ങളിലും വെള്ളം കയറി, പല വീടുകളിലും കടകളിലും വെള്ളം കയറിയ സാഹചര്യമുണ്ടായി. ജില്ലയുടെ മറ്റ് വിവിധ മേഖലകളിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അടൂർമലയിലാണ്, അതായത് ഈ കുടയത്തൂർ അടൂർമലയിലാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ നിന്നും ഉള്ളിലേക്ക് കയറിയുള്ള ഒരു പ്രദേശമാണ് ഈ അടൂർ മല. ഇവിടേക്ക് വാഹനങ്ങൾ എത്തിപ്പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മലയുടെ ഒരു മുകൾ ഭാഗം തന്നെ എന്ന് വേണം നമുക്ക് ഇവിടെ പറയുവാൻ. ഈ ഭാഗത്ത് വന്നാൽ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പ്രദേശം തന്നെ ഈ ഉരുൾപൊട്ടലിൽ ഇല്ലാണ്ടായിരിക്കുന്നു. ഒരുപാട് കൃഷിയിടവും മറ്റും ഒലിച്ചുപോയിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ
സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ജില്ലാ ഭരണകൂടം കൃത്യമായി കാര്യങ്ങൾ ഏകോപിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ നടത്തിയത്. എന്തായാലും ഈ വീട്ടിലുള്ള രണ്ടുപേരെ പരിക്കുകളോ ഇല്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണെങ്കിലും വീട്ടിലെ ഗൃഹനാഥ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്, എന്നാലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. മഴ ഇനിയും പെയ്യുവാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറേഞ്ചിലെ മറ്റ് കട്ടപ്പനയിൽ ഉൾപ്പെടെ വള്ളക്കടവ് ഭാഗത്ത് ഉൾപ്പെടെ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. അടിമാലി ദേശീയപാതയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വ്യാപകമായി ഗതാഗത തടസ്സവും മരം വീഴലും മണ്ണിടിച്ചിലും എല്ലാം തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. സേറാം. സാഗർ, ഒരു കാര്യം കൂടി നമുക്കറിയാം, വളരെ അപകടകരമായ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് അടൂരുണ്ടായത്. ഒരുപാട് നാശനഷ്ടങ്ങളും ഒരു ജീവൻ വരെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ എന്താണ് അവസ്ഥ ശരിക്കും? ഏറെ 3 പേര് താമസിച്ചിരുന്ന വീടിന് മുകളിലേക്കാണ് രാവിലെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇതിൽ 2 പേർ രക്ഷപ്പെടുത്തുവാൻ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിരുന്നു. എന്നാൽ വീട് പൂർണ്ണമായും ഇടിഞ്ഞ് ദൂരേക്ക് സാഹചര്യമാണ് ഉണ്ടായത്. വീട് പൂർണ്ണമായും അതുകൊണ്ട് തന്നെ ഈ വീടുകളിൽ ശരി, സാഗറാണ് നമ്മളുമായി വിവരങ്ങൾ പങ്കുവച്ചത്.